ഡിസൈനിങ് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ, ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ സുപരിചിതമാണ്. IIT കൊടുക്കുന്ന ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമിനെ കുറിച്ചും ആളുകൾക്കറിയാം. NIFT ഫാഷൻ ടെക്നോളജിയും ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയും ഏവർക്കും പരിചയമുള്ളതാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. പലപ്പോഴും പലർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളില്ല എന്നത് സംസാരമധ്യേ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ രണ്ട് സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ദെൻ ഇപ്പോൾ ഒരു പ്രത്യേകത, ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത, ഡിസൈനിങ് പ്രവേശന പരീക്ഷ നടക്കുകയാണ്. പല സ്ഥാപനങ്ങളും ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കലും മനസ്സിലാക്കലും അപേക്ഷ സമർപ്പിക്കലും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഈ വ്യത്യസ്തമായ രണ്ട് സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈനിങ്. പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ കൊളാബറേഷനിൽ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം രാജസ്ഥാനിലെ ജയ്പൂരിലാണുള്ളത്. വിശ്വകർമ്മ സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനാണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളത്. രസകരമായൊരു പ്രത്യേകത, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിൽ അതത് മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ച, സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി തെളിയിച്ച ലോകപ്രസിദ്ധരായ കലാകാരന്മാരാണ് ഫാക്കൽറ്റികളായിട്ട് വരുന്നത് എന്നതാണ് പ്രത്യേകത. ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്ന കോഴ്സുകളുടെ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ 3 കോഴ്സുകളുണ്ട്. അതിലൊന്ന് ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാം പോലെ പൊതുവേ ഡിസൈനിങ് പ്രോഗ്രാമുകളുടെയൊക്കെ കോഴ്സ് ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ആണ്. ഇപ്പോൾ IIT കൊടുക്കുന്ന UCD വഴി കൊടുക്കുന്ന ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാം ഉണ്ട്. ദെൻ NIFT കൊടുക്കുന്നതും ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ആണ്. NID കൊടുക്കുന്നതും ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ആണ്. അതുപോലെ IICDയും കൊടുക്കുന്ന ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമാണ്. പക്ഷെ അവർക്ക് വളരെ വ്യതിരിക്തമായ, വേറെ എവിടെയും നമ്മൾ കാണാത്ത കോഴ്സുകളാണ് അവിടെയുള്ളത്. അതിലൊന്ന് ഹാർഡ് മെറ്റീരിയൽ ഡിസൈനിങ്, ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ഹാർഡ് മെറ്റീരിയൽ ഡിസൈനിങ് എന്ന് പറയും. ഈ ഹാർഡ് മെറ്റീരിയൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ലോഹങ്ങൾ, അതുപോലെ തന്നെ പാറകൾ, കല്ല്, പാറ പോലുള്ളത്, അതുപോലെ തന്നെ വുഡ്, മരം, ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പഠിപ്പിക്കുന്നതാണ്. സാധനങ്ങൾ കാർവ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന ഒന്നാണ് ഈ ഹാർഡ് മെറ്റീരിയൽ ഡിസൈനിങ്. പതിപോലെ 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. ദെൻ പിന്നെ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ഡിസൈനിങ് ആണ്. ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ക്ലോത്ത്, അതുപോലെ തന്നെ പേപ്പറുകൾ, ലെതർ, ദെൻ മറ്റൊന്ന് ഈ നാച്ചുറലായ ഫൈബറുകൾ ഉണ്ടാവും, അത് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ സോഫ്റ്റ് മെറ്റീരിയൽ ഡിസൈനിങ്ങിൽ വരുന്നത്. അതും 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. പക്ഷേ ഈ 4 വർഷത്തെ കോഴ്സുകളുടെ പ്രത്യേകത എല്ലാം ഒന്നിച്ചൊരു ഫൗണ്ടേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫയർഡ് മെറ്റീരിയൽ ഡിസൈനിങ് ആണ്. നമ്മൾ ഉരുക്കിയെടുക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ടെറാക്കോട്ട അല്ലെങ്കിൽ ചൂടാക്കിയെടുക്കുന്നത് ടെറാക്കോട്ട, ഗ്ലാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫയർഡ് മെറ്റീരിയൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകൾ 4 വർഷത്തെ കോഴ്സാണ്. ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. തുടക്കത്തിൽ വരുന്ന എല്ലാ കോഴ്സുകാരും കോമൺ ആയ ഫൗണ്ടേഷൻ പ്രോഗ്രാം ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ പെർഫോമൻസ്, ദെൻ അവരുടെ അഭിരുചി, അതോടൊപ്പം ഒരു മുൻഗണന കൊടുത്തിരിക്കുന്ന കോഴ്സ് ക്രമം, ഇതനുസരിച്ച് സെലക്ട് ചെയ്യാണ് പിന്നീട് ചെയ്യുന്നത്. എന്തായാലും ഇതിനൊരു പ്രവേശന പരീക്ഷയുണ്ട്. പ്രവേശന പരീക്ഷ രസകരമാണ്. ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. പക്ഷേ അത് സാധാരണ ആൾക്ക് മുൻകൂട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് മോഡലെടുത്ത് അതിന് റെസ്പോണ്ട് ചെയ്ത് അത് സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം പോലെ തന്നിരിക്കുന്ന ഒരു പ്രത്യേകതരം എക്സാമാണ്. എക്സാമിന് ഓൺലൈൻ ടെസ്റ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതും ദെൻ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചിയായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ, രണ്ടാമത്തേത് കളറ് കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് വരുന്നത്. ആദ്യത്തിന് 35% വെയിറ്റേജും രണ്ടാമത്തേതിന് 45% വെയിറ്റേജും. ഈ 2 എക്സാമുകളും കഴിഞ്ഞതിന് ശേഷമുള്ള ഫോണിലോ വാട്സപ്പിലോ ഉള്ള പേഴ്സണൽ ഇൻ്റർവ്യൂ 20% വെയിറ്റേജാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ വെയിറ്റേജിനനുസരിച്ചാണ് സെലക്ഷൻ നടക്കുന്നത്. അതിൽ കിട്ടിയ സ്കോറിനനുസരിച്ച് മുൻഗണനാക്രമം, ഏറ്റവും കൂടുതൽ സ്കോറുള്ള ആളുകൾക്ക് മുൻഗണനാക്രമം കൊടുക്കുന്നതാണ്. ജാനുവരി 7 അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് റെസ്പോണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ളത് ജാനുവരി 16 മുതൽ 25 വരെയുള്ള ടൈമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. IICDയുടെ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫുട്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, FDDI എന്ന് പറയും. ഓൾ ഇന്ത്യ തലത്തിൽ 12ഓളം സ്ഥാപനങ്ങളുണ്ട്, ബ്രാഞ്ചുകളുണ്ട്.
കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ പോലുള്ള സ്ഥാപനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളായ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനത്തിൻ്റെ വ്യതിരിക്തം എന്താണെന്നറിയോ, ഇതിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ കാര്യമായിട്ട് വിവിധ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുട്വെയർ ഡിസൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നല്ല പ്ലേസ്മെൻ്റ് ആണുള്ളത്. രണ്ടാമത്തെ ഒരു കോഴ്സ് അവിടെ വരുന്നത് ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. പതിവ് പോലെ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുന്നത് പോലെ FDDI കൊടുക്കുന്നുണ്ട്. പക്ഷേ FDDIൻ്റെ വ്യതിരിക്തമായ കോഴ്സ് മൂന്നാമത്തെ കോഴ്സ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ഷൻ മെർക്കൻഡൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണത്. നല്ല രസകരമായ വ്യത്യസ്തമായൊരു പ്രോഗ്രാമാണത്. ദെൻ അതുപോലെ തന്നെ അവിടെ BBA മാനേജ്മെൻറ്റും കൊടുക്കുന്ന മാനേജ്മെൻറ്റ് പ്രോഗ്രാമും ഫുട്വെയറായിട്ട് ബന്ധപ്പെട്ടത് മെർക്കൻഡൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഏപ്രിലാണ്. എക്സാമിനേഷൻ വരുന്നത് മെയ് 11 അപ്പോൾ കുറച്ചധികം ടൈം നമുക്കുണ്ട്. ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ 4 ഭാഗമായിട്ട് വരുന്ന റിട്ടൺ എക്സാമിനേഷനാണ്, ഓൺലൈൻ എക്സാമിനേഷനാണ്. ഫസ്റ്റ് ഭാഗത്തിൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡോ ബിസിനസ് ആപ്റ്റിറ്റ്യൂഡോ അതിലേതെങ്കിലും ഒന്ന്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ബിസിനസ് ആപ്റ്റിറ്റ്യൂഡും, അതല്ലെങ്കിൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡും, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം കോഴ്സിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച്. മറ്റൊന്ന് ജനറൽ അവയർനെസ് ആണ്. 4ാം ഭാഗം വരുന്നത് ലാംഗ്വേജ് കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ നമ്മുടെ മുൻഗണനാക്രമം അനുസരിച്ച് സ്ഥാപനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാം. ഈ രണ്ടും ഞാൻ ഈ സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിലെ കോഴ്സുകളെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപേക്ഷിച്ച് നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.